ഗുരുവായൂരപ്പ. നകാരത്തിൻ്റെ ഒരു പ്രത്യേകത, നകാരം ഒറ്റയ്ക്ക് വരുമ്പോൾ ന എന്ന് ഉച്ചരിക്കുക. മലയാളത്തിലൊരു നിയമമാണ്. രണ്ടാമത് നകാരം വരികയാണെങ്കിൽ അത് നകാരം എന്ന് ഉച്ചരിക്കുക. നാനാ പ്രകാരം അങ്ങനെയല്ലേ നമ്മൾ പറയുക. നാനാ പ്രകാരം എന്ന് പറയില്ല, നാനാ പ്രകാരം എന്ന് പറയില്ല. നാനോ ടെക്നോളജി എന്ന് പറയും. നാനോ ടെക്നോളജി എന്ന് പറയുമോ നിശ്ചയമില്ല. നാനോ ടെക്നോളജി അതിന് അതിൻ്റെ ഒരു സുഖം. അതേപോലെ നാനാ പ്രകാരത്തിൽ ന തേ പശ്യന്തി കീനാശം, ന തേ പശ്യന്തി കീനാശം തമ്മിലുള്ള വ്യത്യാസം. ന തേ പശ്യന്തി കീനാശം. ഇവിടെ ജനേ ജനേ, അതേപോലെ അന്യധർമാൻ. അവിടെ നകാരം ആദ്യമാണ് വരുന്നതെങ്കിലും അന്യധർമാൻ എന്ന് പറയാറില്ല, അന്യധർമാൻ എന്നേ പറയാറുള്ളൂ. അതേപോലെ ന തപോഭിഹി ന, അതുപോലെ ജ്ഞാനേന അഭി, ജ്ഞാനേന അഭി, ജ്ഞാനേന രണ്ടും നകാരാണ്, നകാരല്ല. അങ്ങനെ നകാരത്തിൻ്റെ നിയമങ്ങൾ. അങ്ങനെ ഓരോ അക്ഷരങ്ങളും ഈ ഉച്ചരിച്ച് പഠിക്കുക. വിപ്രഹസ്തേന അക്ഷരം എന്നാണ്, അക്ഷരം വിപ്രഹസ്തേന. അതിൻ്റെ അർത്ഥത്രയേ ഉള്ളൂ. വിപ്രത്വത്തിൻ്റെ അർത്ഥത്തിലാണ് പ്രാധാന്യം. അവനവനെ രക്ഷിക്കും, അന്യനെ രക്ഷിക്കും എന്നുള്ളതാണ് വിപ്രൻ്റെ അർത്ഥം. അതിൻ്റെ സാരം ഇതാണ്. ഈ ഉച്ചാരണം കൊണ്ട് നമ്മുടെ സപ്തധാതുക്കളെ, സപ്തധാതുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വക്, ചർമ്മ, മാംസ, രുധിര, മേധോ, മജ്ജ, അസ്ഥി, ധാതവ. ഈ തൊലി, രോമം, മാംസം, രക്തം, ഞരമ്പുകൾ, അങ്ങനെയല്ലേ, എല്ല്, മജ്ജ, ശുക്ലം, ഇതൊക്കെ രക്ഷിക്കുന്നത്, ഈ സപ്തധാതുക്കളെ രക്ഷിക്കുന്നത് പ്രാണങ്ങൾക്ക് ഊർജം കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ അതിൽ പ്രാണങ്ങളാണ് ഇതൊക്കെ വരിക. അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ സ്പർശാക്ഷരവും സ്വരാക്ഷരവും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഒരു ഊർജം ഉണ്ടാവും. നമ്മളറിയാതെ കണ്ടുള്ള ഊർജം നമ്മുടെ ഉള്ളിലേക്ക് പ്രാണരൂപേണ ചെല്ലുന്ന. ഓരോ അക്ഷരം ഉച്ചരിക്കുമ്പോഴും ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഈ ശ്വാസം അത് പ്രാണായാമത്തിന് തുല്യമാണ്. അതുകൊണ്ടാണ് സഹസ്രനാമം, ഇപ്പോൾ ലളിതാ സഹസ്രനാമം ഏറ്റവും മുഖ്യം എന്ന് പറയാനുള്ള കാരണം, അതിൽ ഈ കഠിനാക്ഷരങ്ങൾ, മൃദു അക്ഷരങ്ങൾ തമ്മിലുള്ള സംയോജനം വളരെ ബൃഹത്താണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വ്യത്യസ്ത രീതിയിൽ ശ്വാസോച്ഛ്വാസം നടക്കും. അതേപോലെ തന്നെയാണ് പുരാണം. അത് എത്രത്തോളം നമ്മൾ സ്ഫുടമായിട്ട് അക്ഷരത്തെ ഉച്ചരിക്കുന്നു അത്രത്തോളം സപ്തശുദ്ധി വരും. സപ്തശുദ്ധി എന്നുള്ളത് സപ്തധാതുശുദ്ധി വരും. സപ്തശുദ്ധി മന്ത്രത്തിലെ ഒരു ഋക്ക് ഇതാണ്, ധാതുപുഷ്ടി, ധാതുശുദ്ധി ആണ്. അത് പുരാണം പാരായണം കൊണ്ട് വരും. അതുകൊണ്ടാണ് സംസ്കൃതം പാരായണം ചെയ്യുമ്പോൾ കൂടുതൽ, മലയാളം പാരായണം ചെയ്യാൻ തുല്യ. കാരണം സംസ്കൃതം ഉച്ചാരണവും മലയാളം ഉച്ചാരണവും തുല്യ. അതുകൊണ്ട് ഇപ്പോൾ അക്ഷരങ്ങൾ 8 അക്ഷരങ്ങൾ പറയുമ്പോൾ, അതേപോലെ 24, 32, 36, 40, 44, 48 ഇങ്ങനെയൊരു കണക്കുണ്ട്. ഛന്ദസ്സിൻ്റെ കണക്കാണ്. ഗായത്രി, ഉഷ്ണി, കനുഷ്ഠു, ബൃഹതി, പങ്ക്തി, ജഗതി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ അതാത് ഈ സപ്തധാതുക്കളിൽ ത്വക്, ചർമ്മ, രോമ, രുധിര, ശുക്ല, മാംസ, അസ്ഥി, മജ്ജ, രക്ഷകളെ ചെയ്യും. ഇങ്ങനൊരു ക്രമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കിട്ടാൻ നമുക്ക് ഈ പാരായണം കൊണ്ട് കിട്ടുന്ന. അപ്പോൾ ശുദ്ധമായിട്ടുള്ള ആഹാരം സാത്വികമായിട്ട് മിതമായിട്ട് ഭക്ഷിക്കുന്ന ഒരാൾക്ക് അത് ഈ ഡയറ്റീഷ്യൻ ശരിക്കും നിർദ്ദേശിക്കുന്ന രീതിയിലാണ് നമ്മുടെ ബോഡി കണ്ടൻറ്റിൽ ഇന്ന ലോഹങ്ങൾ, ഇന്ന മൂലകങ്ങൾ ഇത്രയും വേണം എന്ന് ഒരു ഡയറ്റീഷ്യന് നിർദ്ദേശിക്കാൻ സാധിക്കും. അത് സ്വീകരിക്കുകയും ഈ അഷ്ടാംഗ യോഗാദികൾ ചെയ്ത് പ്രാണായാമാദികൾ ചെയ്യുകയാണെങ്കിൽ 120 വയസ്സ് വരെ ജീവിക്കാം.
വേണ്ട, 100 വയസ്സ് വരെ ജീവിക്കാം. അപ്പോൾ അതിൽ ഒരു ക്രിയയാണ് ഈ അഷ്ടാംഗ യോഗത്തിൽ പ്രാണായാമം. ആ പ്രാണായാമം സൂത്രത്തിൽ ചെയ്യാവുന്ന ഒരു വഴിയാണ് കലികാലത്തിലെ പുരാണ പാരായണം. സഹസ്രനാമങ്ങൾ മുഴുവൻ അനുഷ്ഠുപൂർത്തത്തിലാണ്, 32 അക്ഷര. 32 അക്ഷരം വായിക്കുന്നതായിട്ടുള്ളൊരു രീതിക്ക് രക്ത ശുദ്ധീകരണമാണ് വരിക. കലികാലത്തിൽ വാരി വലിച്ച് തിന്നും കണ്ണി കണ്ടതൊക്കെ. അപ്പോൾ രക്തം അശുദ്ധാവും. വേണ്ടതല്ല കഴിക്കുക, വേണ്ടാത്ത കഴിക്കുക. രുചിപ്രധാന അല്ലാതെ കണ്ട് ഡയറ്റീഷ്യന്മാരെയാണ്, ശരിക്കും ഡോക്ടർമാരെ അല്ല വേണ്ടത്, ഡയറ്റീഷ്യന്മാരെയാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഡയറ്റീഷ്യൻ അതിൽ കണ്ടൻറ്റ് ഇന്നതാണ് എന്നും ഈ കണ്ടൻറ്റിൽ വിഷമില്ല എന്നും പറഞ്ഞു തരാവുന്ന ഒരു സിസ്റ്റം ഈ ലോകത്തിലുണ്ടായാൽ മതി. ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശുദ്ധമാവണം. അത് വിതരണം ചെയ്ത് അതാത് സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നവും ഉണ്ടായാൽ പിന്നെ രോഗം എന്നുള്ളത് നമ്മളെ ബാധിക്കില്ല. അപ്പോൾ അത് കലികാലത്തിൽ സംഭവിക്കണില്ല. സ്വാർത്ഥ ലാഭം കൊണ്ട് വ്യവസായം, കച്ചവടം. അപ്പോൾ ഭഗവാൻ ഉദ്ദേശിച്ച ഈ വ്യാസൻ ഉദ്ദേശിച്ചതായിട്ടുള്ള ഈ ഒരു കാര്യം കലികാലത്തേക്ക് വേണ്ടിയിട്ട് വേദങ്ങളെ വിന്യസിച്ചു, പുരാണങ്ങളെ എഴുതി, ഭാഗവതം എഴുതി, അത് വേദസാരമാണ്, ഇതാണ് ഉത്തമം എന്നൊക്കെ പറയാനുള്ള കാരണം ഇതിലത്തെ ഈ വിന്യാസം വളരെ സ്പഷ്ടമാണ്. അത് നിങ്ങൾ കുറച്ച് ഭാഗവതം നല്ലോണം ആയി എന്ന് കൂട്ടുക, ആ സമയത്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് ഒരക്ഷരം തെറ്റി എന്ന് കൂട്ടുക, നമ്മൾ അറിയാതെ കണ്ട് തെറ്റ് നമുക്ക് ഉള്ളിൽ അങ്ങോട്ട് തോന്നും. മറ്റു പുരാണങ്ങൾക്ക് അങ്ങനെ തോന്നിക്കൊള്ളണമെന്നില്ല. ഭാഗവത പുരാണത്തിൽ ഈ ശ്ലോകം വായിക്കുമ്പോൾ തെറ്റിയുണ്ടല്ലോ എന്ന് തോന്നും. കുറച്ച് വായിച്ചൊരു ശീലം വരണം കേട്ടോ, ശീലം വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നാൽ മറ്റൊരു പുസ്തകം നോക്കട്ടെ എന്ന് തോന്നുന്ന സമാധി ഭാഷ എന്നുള്ള ഉദ്ദേശം ഇതാണ്. സമാധി എന്നുള്ളത് ഭഗവാനുമായിട്ട് താതാത്മ്യം വന്ന രീതിയിലാണ് അത് എഴുതിയത്. അപ്പോൾ ഈ ഒരു നിയമം വെച്ചിട്ടാണ് പണ്ട് ബ്രാഹ്മണർ മാത്രം വായിച്ചാൽ മതി ഭാഗവതം എന്നൊക്കെ പറയാനുള്ള കാരണം. അതിനെ വക്രിച്ച് പറഞ്ഞു, നമ്പുരാർക്ക് മാത്രമേ ഇത് വായിക്കാൻ പാടൂ, അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്കൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞ് വാദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഈ വാദം വിഷയത്രേ ഉള്ളൂ. ഉച്ചാരണ ശുദ്ധിയോട് കൂടിയിട്ട് അർത്ഥബോധത്തോട് കൂടിയിട്ട് പുരാണത്തെ പാരായണം ചെയ്യണം, സഹസ്രനാമത്തെ പാരായണം ചെയ്യണം, അല്ലെങ്കിൽ ഫലം വിപരീതമാണ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ആചാര്യനോ ഗുരുവോ പറയുന്നതെങ്കിൽ അക്ഷരം തെറ്റാതെ വായിക്കണം കേട്ടോ എന്നേ വേണ്ടൂ. അത് പറഞ്ഞാൽ കൂട്ടാക്കില്ലല്ലോ. കലികാലത്തിൽ ഒരാളും പറഞ്ഞാൽ കൂട്ടാക്കില്ല, ശ്രോതാക്കളില്ല, ഒക്കെ വക്താക്കളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പുകൾ, ഇപ്പോൾ എൻ്റെ ഒരു 50 ഗ്രൂപ്പിലധികം എൻ്റെ കയ്യിലുണ്ട്. എല്ലാവരും വക്താക്കളാണ്, ശ്രോതാക്കളില്ല. അപ്പോൾ അഥവാ എന്തെങ്കിലും പറഞ്ഞു വയ്ക്കാം, എന്താ അത്രയൊക്കെ പറയാനുള്ള അതിൽ? ഇപ്പോഴും കൂടി ചോദിക്കുന്ന ചോദ്യം അതാ, എന്താ അത്രയൊക്കെ അതിൽ പറയാനുള്ളത്? അപ്പോൾ എല്ലാവരും വക്താക്കളാണ്. ഞാൻ ഇപ്പോൾ അതിലും വായിക്കാറുണ്ട്, ഞാൻ മറ്റേലും വായിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവരുത്. എങ്ങനെയാണ് വേണ്ടത്? എത്രയാണ് ഉള്ളത് വെച്ചാൽ അത് ശുദ്ധിയോട് കൂടിയിട്ട് വായിക്കുക. അതിനാണ് 10 ശ്ലോകമായിട്ട് തന്നത്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പ്രായം നമുക്ക് മുതുമുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശൻ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പോൾ നമ്മളെ കൊണ്ട് ഇനി അതിലധികമൊന്നും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ വായിക്കുന്നത് അങ്ങനെ തന്നെ വായിക്കുക, അതിൽ വ്യത്യാസമൊന്നും വരുത്തണ്ട. അതിലൊന്നും പ്രത്യേകിച്ച് പേടിക്കാനുമില്ല, പരിഭ്രമിക്കാനുമില്ല. അവിടെ ഒരു ഹേളനവും വരണില്ല. കാരണം മനസ്സർപ്പിച്ചുകൊണ്ടാണ് ഈ ഭഗവാനെയും ഭാഗവതത്തെയും നിങ്ങൾ സ്വീകരിക്കുന്നത്. ഭഗവാനും ഭാഗവതത്തിലും അക്ഷരത്തിലാണ് ഉള്ളത്. അപ്പോൾ ഉച്ചാരണം തെറ്റിയെന്ന് കൂട്ടുക. ഇപ്പോൾ നമ്മൾ ദകാരത്തിന് ധകാരം, അതേപോലെ ഈ മൃദു അക്ഷരത്തിന് കഠിനാക്ഷരവും കഠിനാക്ഷരത്തിന് മൃദു അക്ഷരവും ഒക്കെ ഉപയോഗിച്ചാൽ ആ അക്ഷരത്തിലും ഭഗവാനുണ്ട്. സത്തായിട്ടാണോ അസത്തായിട്ടാണോ ഇരിക്കുന്നത് എന്ന് നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അർത്ഥം അറിയാത്തത് കൊണ്ട് അക്ഷരത്തിന് അർത്ഥമുണ്ട്. ഡിക്ഷണറി നോക്കിയാൽ അറിയാം, എല്ലാ അക്ഷരത്തിനും അർത്ഥമുണ്ട്. ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള അർത്ഥങ്ങളാണ് പലതും. കയ്യ്, കാല്, തോള്, കണ്ണ്, മൂക്ക്, അതുപോലെ ഈ സപ്തധാതുക്കളൊക്കെ ഉണ്ട്. അർത്ഥങ്ങൾ അങ്ങനെയാണ്.
അപ്പോൾ ആ ധാതുക്കളെ രക്ഷിക്കണേ, ശരീരത്തിൻ്റെ ഈ ഭാഗത്തെ രക്ഷിക്കണേ എന്നൊരർത്ഥം അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെറ്റി വിചാരിച്ചിട്ട് പരിഭ്രമിക്കണ്ട. അയ്യോ, ഞാൻ ഭാഗവതം വായിച്ചിട്ട് തെറ്റിയിട്ടോ? ഏയ്, തെറ്റലില്ല. തെറ്റലെങ്ങനെയാണ് വരിക? കാരണം ഇത് താരതമ്യം ചെയ്യുമ്പോഴാണ്, കമ്പാരിസൺ. ഭാഗവതവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ അക്ഷരം അതിൽ അങ്ങനെയല്ല എഴുതിയിരുന്നെന്ന്, ഇത്രയേ ഉള്ളൂ. പക്ഷേ അക്ഷരത്തിൽ ഭഗവാൻ ആണേ. അതുകൊണ്ട് അത് ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനോടും ഭാഗവതത്തോടും പറയാം, പ്രത്യക്ഷ കൃഷ്ണ ഏവഹിയാണ്. ഭഗവാനെ ഞാൻ എന്താ വായിച്ചിട്ടുണ്ട്, അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എനിക്ക് ഇഷ്ടമില്ല, ക്ഷമിക്കണം, സർവം ക്ഷമസ്വ സമസ്താപരാധം, അത്രയേ വേണ്ടൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണോ മനസ്സിലാവണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വായിക്കുക, എങ്ങനെയാണോ ഉച്ചാരണം പുറത്തേക്ക് വരണമെന്ന് വെച്ചാൽ അതുപോലെ വായിക്കുക. പക്ഷേ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം. കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുമ്പോൾ അവർക്ക് ഈ അക്ഷരം തെറ്റാതെ കണ്ട് അവരെ കൊണ്ട് ഉച്ചരിപ്പിക്കണം. അത് നമുക്ക് പറ്റും. നമുക്ക് ഉച്ചരിക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലും അവരുച്ചരിക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിർബന്ധമായിട്ടും ഒരു ശ്ലോകമോ 2 ശ്ലോകമോ 10 ശ്ലോകമോ എത്ര പറ്റാച്ചാൽ അവരെ കൊണ്ട് ചെയ്യിക്കുക. ഒരേ ശ്ലോകം തന്നെ 10 തവണ വായിപ്പിക്കുക. അല്ലാണ്ട് 10 ശ്ലോകം അടുപ്പിച്ച് വായിക്കല്ല വേണ്ടേ, ഒരു ശ്ലോകം 10 തവണ വായിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ഫലം എന്താ? ഫലം ഇതാണ്, അവർക്ക് അത് മനസ്സിലാവും. ഞാൻ ഈ അക്ഷരം തെറ്റിയിട്ടാണ് വായിച്ചത്, തിരുത്തണം. പുസ്തകം നോക്കിയിട്ടേ വായിക്കാവൂ. ഇപ്പോൾ ചില പണ്ഡിതന്മാർ സഹസ്രനാമം വായിക്കുമ്പോൾ പുസ്തകം നോക്കാതെ കണ്ട് വായിക്കരുത് എന്ന് പറയും. ചിലവർ പുസ്തകം നോക്കിയിട്ട് വായിക്കരുത് എന്ന് പറയും. ഇതിന് രണ്ടിനും ന്യായമുണ്ട്. ഏത് നമ്മൾ എടുക്കണം? കൺഫ്യൂഷനായി. ആ ഗുരു പറഞ്ഞാൽ എടുക്കണ്ടേ, ഈ ഗുരു പറഞ്ഞാൽ എടുക്കണ്ടേ, പിന്നെ നമ്മൾ കേമന്മാരാവും, അയാൾക്കൊന്നും അറിയില്ലാന്നേ, അതുകൊണ്ടാ. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാ. രണ്ടും ശരിയാണ്. ഇത് രണ്ടും ശരിയാണെന്നുള്ള പോസിറ്റിവിറ്റിയാണ് ഭാഗവതന് വേണ്ടത്. അതില്ലാത്തതാണ് ഇന്നത്തെ പ്രശ്നം. നമുക്കിത് ഭാഗവതം മനസ്സിലായത് കൊണ്ട് അത് മനസ്സിലാവും. അപ്പോൾ എന്താണ് വേണ്ടത്? തെറ്റാതെ വായിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് ഭാഗവതം പഠിക്കുക? എങ്ങനെയാണ് സഹസ്രനാമം പണ്ട് പഠിപ്പിച്ചേർന്ന്? വരലിൽ എണ്ണം പിടിക്കാവുന്ന രീതിയിലാണ് ഭാഗവതം പഠിപ്പിച്ചേർന്നത്, അല്ലെങ്കിൽ സഹസ്രനാമം പഠിപ്പിച്ചേർന്നത്. വരലിൽ എണ്ണം നമുക്ക് 10 വിരലാണുള്ളത്. വലത്തെ കയ്യിലെ 10 വിരൽ എണ്ണി 5 വിരൽ മടക്കി 5 വിരൽ നിവർത്തിയാൽ 10 ആയി. അത് ഇടത്തെ കയ്യുമ്പിൽ 1 വിരൽ ആക്കിയാൽ അവിടെ 1. ഇനി അടുത്തത് ഇവിടെ 10 ആയാൽ രണ്ടാമത്തെ വിരൽ മടക്കി അങ്ങനെ 20. ഇങ്ങനെ 100 ഇടത്തെ കയ്യുമ്പിലും 10 വലത്തെ കയ്യുമ്പിലും കിട്ടും. ഇനി അത് തന്നെ അതിൻ്റെ ഇടയ്ക്ക് 3 വരയുണ്ട്. ഈ 3 വരയിലും കണക്ക് പിടിക്കാറുണ്ട്. ഓരോ വരലിനും 3 വര ഉണ്ട്. അപ്പോൾ 3 വരയ്ക്ക് ഈ 4 3 12, 4 വരലിനാണ് 3 വര. തള്ളവരലിന് 3 വരയില്ല, അതിന് ഒറ്റ വര എടുക്കാറുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ടാണ് സംഖ്യ പിടിക്കുക. അപ്പോൾ ഇതിനൊക്കെ മനസ്സ് വളരെയധികം ഈ മനസ്സിരുത്തിക്കൊണ്ട്, ഇങ്ങനെയല്ലേ, ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്താലേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് പണ്ട് സഹസ്രനാമം പഠിക്കുക. അപ്പോൾ ഇന്നലെ ഒരു മുത്തശ്ശൻ എന്നോട് പറഞ്ഞു, എൻ്റെ കുട്ടി നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ സഹസ്രനാമത്തിൻ്റെ ആ ശ്ലോകം പറയും എന്ന്. അതിൻ്റെ സാരം എന്താ? ആ കുട്ടിക്ക് ഈ നമ്പറുമായിട്ട് ഈ ശ്ലോകത്തെ കണക്റ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇതും നമുക്കും പറ്റും. നമ്മളും അതിനോട് കൂടിയിട്ട് ഈ നമ്പർ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ. ഈ അറ്റാച്ച് ചെയ്യുന്നത് പണ്ട് കാരണന്മാർ വിരലുമ്പിലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്പറിലാണ്, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ കുട്ടിയിലുള്ള ഇതിനെ മുത്തശ്ശൻ കണ്ടുപിടിച്ചു എന്നതാണ് അതിൻ്റെ പ്രാധാന്യം. കുട്ടിക്ക് അതിൻ്റെ കഴിവ്, മെമ്മറി പവർ, അത് ഇന്ന രീതിയിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് കിട്ടും എന്നുള്ളത് കിട്ടി. ഇതുപോലെ നമുക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ട്, പേരക്കുട്ടികളെ കൊണ്ട് ഒരു ശ്ലോകം 10 തവണ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ പുസ്തകം നോക്കിയിട്ടാണല്ലോ വായിക്കുന്നത്, അപ്പോൾ ആ അക്ഷരം ഉച്ചാരണം ശരിയായിട്ടില്ല എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അവരെ തിരുത്താൻ പറ്റും. ഇങ്ങനെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഭാഗവതത്തെ ആശ്രയിക്കൂ. ഇത് നമ്മൾ മുത്തശ്ശിമാരോ മുത്തശ്ശന്മാരോ ചെയ്യേണ്ട കാര്യമല്ല, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമാണ് വിശദീകരിച്ചത്.
അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഭാവത്തിൽ ഈ ഭാഗവതത്തെ സ്വീകരിക്കാൻ സാധിക്കുമാറാകട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാണ്, നിങ്ങൾ ആരും തെറ്റി വായിക്കുന്നില്ല എന്ന് ആദ്യമേ തന്നെ ഉറപ്പിക്കുക. അത് ഭഗവാനോടും ഭാഗവതത്തോടും പറയുക. ഇത്രയേ വേണ്ടൂ. അതാണ് സമസ്താപരാധം ക്ഷമസ്വ. അപരാധത്തെ ക്ഷമിക്കുക, അത്രയേ വേണ്ടൂ. നമ്മൾ അറിയാത്തതാ, അതുകൊണ്ടാണ്. ശ്രീഹരേ ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ.